കഴിഞ്ഞ PSG ബാഴ്സലോണ മത്സരത്തിന് ശേഷം കുട്ടികൾക്ക് ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ PSG ബാഴ്സലോണ മത്സരം വളരെ വിവാദങ്ങളോട് കൂടിയിട്ടാണ് അവസാനിച്ചത്. കളിക്ക് ശേഷം ബാഴ്സ കോച്ചായിട്ടുള്ള സാവി, അദ്ദേഹം റൊമേനിയൻ റഫറി ആയിട്ടുള്ള ഇസ്വാൻ, അദ്ദേഹത്തിനെ ഒരു ഒരു ദുരന്തം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. മാത്രമല്ല കളിയുടെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ഒരു ബാരിക്കേഡൊക്കെ ഉള്ളത് തട്ടിത്തെറിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ റഫറി സാവിക്കും, കോച്ചായ സാവിക്ക് അടക്കം റെഡ് കാർഡ് കൊടുത്തു, പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ കഴിഞ്ഞൊരു പോഡ്കാസ്റ്റിൽ റഫറി അസീസ് സൂചിപ്പിച്ചിരുന്നു, ഈ ഏത് റഫറി ആണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ് വാങ്ങി പിന്നെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വിസിലൂതി എന്ന് കേൾക്കാത്തവരില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവർ സംസാരിക്കുന്നതൊക്കെ ഇവര് അറിയാലോ, ഒരു കോമൺ ടോക്കാണ്. എത്ര കാശ നീ മറ്റവരെന്ന് വാങ്ങിയിട്ടുള്ളൂ എന്ന രീതിയിൽ പലപ്പോഴും എന്തെങ്കിലും ഒരു ഡിസിഷൻ, ഒരു മൈന്യൂട്ട് ഇത് വരുമ്പോഴത്തേക്ക് ഉടനെ അവര് പിടിക്കുന്ന പോയിന്റ് ഇതാണ്. അപ്പം എല്ലാ റഫറീസും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഫേസ് കേട്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതില് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ ബാഴ്സലോണ PSG മത്സരം. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതാണ്, ബാഴ്സ അനുകൂലികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നതാണ് റഫറിക്ക് പിഴച്ചു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ റഫറിക്ക് പിഴച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാവി എന്നൊക്കെ പറയുന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് കളിക്കാരിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ അതിൽ കാമ്പുണ്ടാവില്ല എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചു. യഥാർത്ഥത്തിൽ ഈ കോച്ചായാലും അല്ലെങ്കിൽ കളിക്കാരനായാലും ഒക്കെ കളി നിയമങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്ന് ഇല്ല, അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. മാത്രമല്ല ചില മേഖലകൾ എത്തുമ്പോൾ അവിടെയൊക്കെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവുകളൊക്കെ വർക്കൗട്ട് ആവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മെയിൻ പ്ലെയർ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു കോച്ച് പറഞ്ഞത് കൊണ്ടോ കളി നിയമങ്ങൾ മാറണോ അല്ലെങ്കിൽ കളി നിയമങ്ങൾ അവർ വിശദീകരിക്കുന്ന പോലെ ആയിക്കൊള്ളുന്നില്ല. അത് കളി നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഗെയിമാണ്. അവിടെ റഫറീസ് ആണ് അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളത്. അപ്പം അവരെ നമ്മൾ മാക്സിമം ബഹുമാനിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളത് ഒരു കോണ്ടാക്റ്റ് ആണ്. ഈ കോണ്ടാക്റ്റ് ബാഴ്സലോണ പ്ലെയർ PSG പ്ലെയറെ കോണ്ടാക്ട് ചെയ്യുന്നു. ആ കോണ്ടാക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ PSG പ്ലെയർ വീഴുന്നു. മാത്രമല്ല അവിടുത്തെ ഗെയിം സെനാരിയോ എന്ന് പറയുന്നത് ഒരു ബോക്സിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി സ്പീക്കിംഗ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ അത്രയും ഒരു സെക്കൻഡിന്റെ ചെറിയൊരു അംശം മാത്രമേ സമയമേ ഉള്ളൂ ആ പ്ലെയർ എവിടെയാണെന്ന് മനസ്സിലാക്കാനും എന്നിട്ട് അതിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കാനും ഒക്കെ. വാറൊന്നും ചെക്ക് ചെയ്തിട്ടില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം കറക്റ്റ് ഡിസിഷനാണ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയർക്ക് ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ എന്തിനായിരിക്കാം റെഡ് കാർഡ് കൊടുത്തത്? നമ്മുടെ ലോ ഓഫ് ദി ഗെയിം 12ാം സെക്ഷനിൽ പറയുന്ന ഒരു കാര്യം, ഡിനൈങ് എ ഗോൾ ഓർ ആൻ ഒബ്വിയസ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി. ഡോഗ്സോ എന്നാണ് അതിന് പറയുക അല്ലെ. ഡോഗ്സോ എന്നാണ് നിങ്ങൾ റഫറീസിന്റെ ഒക്കെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഡോഗ്സോ എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഡോഗ്സോ എന്ന് പറഞ്ഞാൽ ഡിനൈങ് ആൻ ഒബ്വിയസ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. അതായത് തീർച്ചയായിട്ടും ഗോൾ അടിക്കാവുന്ന ഒരു അവസരം നിഷേധിക്കുക, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഗോളിനെ നിഷേധിക്കുക ഒരു ഫൗളിലൂടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊരു ഒബ്വിയസ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക? എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക? അതിനിവിടെ കുറച്ച് കൺസിഡറേഷൻസ് ഉണ്ട്. 4 കൺസിഡറേഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒഫൻസ് ആൻഡ് ദ ഗോൾ. അതായത് ഈ ഒഫൻസ് നടത്തുന്ന സ്ഥലവും ഗോൾ പോസ്റ്റും തമ്മിലുള്ള അകലം അല്ലെ. അപ്പം ഇവിടെ ഈ ഒരു പ്രത്യേക സംഭവത്തിൽ ബാഴ്സ PSG സംഭവത്തിൽ പെനാൾട്ടി ബോക്സിന്റെ തൊട്ടിപ്പുറത്താണ്, അപ്പം പോസ്റ്റിനോട് അടുത്താണ്. രണ്ടാമത്തത് ജനറൽ ഡയറക്ഷൻ ഓഫ് ദ പ്ലേ അല്ലെ. നമ്മുടെ കളി ശരിക്കും പോകുന്നത് പോസ്റ്റിലേക്കാണോ അല്ലെങ്കിൽ പോസ്റ്റിന് ഓപ്പോസിറ്റ് ആണോ അല്ലെങ്കിൽ പുറത്തേക്കാണോ എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്, ഈ പ്ലേ പോകുന്നത് ഗോൾ പോസ്റ്റിന്റെ ഭാഗത്തേക്ക് തന്നെയാണ്, ഡയറക്ഷനിലേക്ക് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ലൈക്ലിഹുഡ് ഓഫ് കീപ്പിംഗ് ഓർ ഗെയിനിങ് കൺട്രോൾ ഓഫ് ദ ബോൾ അല്ലെ. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുക അല്ലാണോ PSG പ്ലെയർ ചെയ്യുന്നത്. ശരിക്കും അയാൾ കൃത്യമായിട്ട് ഓടിയാൽ ആ ബോൾ കൺട്രോളിൽ വെക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. ഇനി 4ാമത്തെ കൺസിഡറേഷൻ ആണ് ലൊക്കേഷൻ ആൻഡ് നമ്പർ ഓഫ് ഡിഫൻഡേഴ്സ്. ഈ ഒരു സെനാരിയോ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗോൾ കീപ്പർ മാത്രമേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതെന്താണ്, ഒരു ഡോഗ്സോ ഒഫൻസ് തന്നെയാണ്. അതായത് ഡിനൈങ് ആൻ ഒബ്വിയസ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഇത് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും അവിടെ വേറൊരു കൺസിഡറേഷൻ എന്താ വെച്ചാൽ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലാണെങ്കിൽ ബോളിനെയാണോ ചാലഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ബോളിനെയാണ് ചാലഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പിന്നെ എക്സസീവ് ഫോഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ പ്ലേ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ബോൾ എടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്ലെയറെ, അതായത് ഈ ഡിഫെൻഡ് ചെയ്യുന്ന പ്ലെയറെ ഒരു കോഷൻ ചെയ്യും, യെല്ലോ കാർഡ് കൊടുക്കും, പെനാൽറ്റി അവോയ്ഡ് ചെയ്യും. എന്നാൽ പെനാൽറ്റി ഏരിയക്ക് പുറത്താണെങ്കിൽ ഡയറക്റ്റ് റെഡ് കാർഡാണ് ഈ പ്ലെയർക്ക് കൊടുക്കുക, എന്നിട്ട് പിന്നെ ഫ്രീ കിക്കിന് അനുവദിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ റഫറി ചെയ്തത് കറക്റ്റാണ്. മാത്രമല്ല ഒരു എററൊന്നും ഇല്ലാതെ കറക്റ്റ് ഡിസിഷനാണ് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇമോഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കളിയാണ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പലർക്കും പല അഭിപ്രായങ്ങളും ആ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാകും. സാവിനെ സംബന്ധിച്ചിടത്തോളം സാവിയുടെ വളരെ നിർണായകമായ ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരം എന്ന് പറയുന്നത്. അദ്ദേഹം നിൽക്കണോ പോണോ എന്നൊക്കെ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസിഷനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു മത്സരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ്. പിന്നെ ബാഴ്സ ടീം അംഗങ്ങൾ അല്ലെങ്കിൽ ബാഴ്സ ഫാൻസ് ഇവരൊക്കെ ഫ്രസ്ട്രേഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും പറയുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സിറ്റുവേഷനിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ തിയറി ഹെൻറി പറയുന്നുണ്ട് ആ വിഷയം. ഹെൻറി എന്ന് പറഞ്ഞാൽ ബാഴ്സ പ്ലെയറാണ്, ബാഴ്സ സപ്പോർട്ടറാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ആ ഒരു സെനാരിയോ മാത്രം നോക്കുകയാണെങ്കിൽ അതൊരു ഫൗള് തന്നെയാണ്. ബാഴ്സ പ്ലെയർ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാണ്. എങ്ങനെ, അതായത് അവിടെ ഗോൾ കീപ്പർ കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഗോൾ കീപ്പർ എന്തെങ്കിലും ചെയ്തോളും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കോളും എന്നുള്ള ട്രസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുകയായിരുന്നു അവിടെ വേണ്ടത് എന്നാണ് തിയറി ഹെൻറി കളിക്ക് ശേഷം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറക്റ്റ് ഡിസിഷനാണ്. മാത്രമല്ല പല സമയങ്ങളിലും റഫറിയുടെ ഡിസിഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ബാഴ്സയോ അല്ലെങ്കിൽ PSG ഫാൻ അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തത് വളരെ നല്ല ഒരു റഫറിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെനാരിയോ ഇത് പഠിക്കുക. നമുക്ക് നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.